കഞ്ചാവ് റെയ്ഡിന് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച സംഭവത്തിലെ 2 വനിതകളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മടവൂർക്കോണത്തുള്ള സൻസ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ മോളും വീട്ടില് കഞ്ചാവ് കച്ചവടം നടത്തുന്ന അറിഞ്ഞ് ഡാൻസ് ഓഫ് ടീമും നമ്മുടെ സ്റ്റേഷൻ പാർട്ടിയും കൂടെ അവിടെ ചെന്ന സമയം അവരെ ആക്രമിക്കുകയും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവരെ അവിടുന്ന് തടഞ്ഞു അതിന് പിറ്റേ ദിവസം അവരെ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അറസ്റ്റ് ചെയ്ത സമയം അവര് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിഷം എടുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞങ്ങൾ പാർട്ടി അവിടെ ചെന്നു ഇവരെ സൻസയെയും നജ്മയെയും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി നടപടികൾ ഇന്നും അടുത്ത ദിവസങ്ങളിലും ചെയ്യുന്നതാണ്. കൊല്ലം അഞ്ചൽ കരികോൺ സ്വദേശികളായ സൻസയുടെ 19 വയസ്സുള്ള മകൾ നജ്മ എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനിടെ 2 പേരും എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിരവധി കഞ്ചാവ് കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും കഞ്ചാവ് കേസുകൾ നിലവിലുള്ളതുമായ കരികോൺ ഷാഹിദയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും വനിതാ പോലീസും അടങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് എത്തിയത്. ഷാഹിദയുടെ മകൾ സൻസയുടെ മകൾ നജ്മയും ചേർന്ന് പോലീസിനെ തടയുകയും പോലീസിനെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് കേസ്. ഡാൻസ് ഓഫ് SI ബാലാജിക്കും സിവിൽ പോലീസ് ഓഫീസർ ആദർശ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നിഷയ്ക്കുമാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. പിന്നീട് കൂടുതൽ പോലീസ് സംഘം എത്തിയപ്പോഴേക്കും സൻസയും നജ്മയും വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു. ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും 46 ഗ്രാം കഞ്ചാവും കഞ്ചാവ് ഉൽപ്പന്നം നടത്തിയ ഇനത്തിൽ ലഭിച്ച 1,64,855 രൂപയും പോലീസ് കണ്ടെടുത്തു. എന്നാൽ രക്ഷപ്പെട്ട പ്രതികളായ സൻസയും മകൾ നജ്മയും പിടികൂടാനായി തൊട്ടടുത്ത ദിവസം കരികോണിലെ വീട്ടിലെത്തിയ പോലീസ് സംഘത്തെ കണ്ട പ്രതികൾ വീടിന്റെ കതകടയ്ക്കുകയും ആത്മഹത്യ ഭീഷണി മുഴക്കുകയും എലിവിഷം കഴിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ പോലീസ് അകത്ത് കിടക്കുകയും ഇവരെ കസ്റ്റഡിയിലെടുത്ത് അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടയിൽ അഞ്ചൽ പോലീസ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന മുറയ്ക്ക് ജയിലിലേക്ക് മാറ്റുമെന്ന് അഞ്ചൽ CI ഹരീഷ് പറഞ്ഞു. ന്യൂസ് കേരളം 24.